അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമായിട്ടോ. ഇന്നലെ രാത്രി റൂമിൽ കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയ മഴയാണേ, ഇതുവരെ മാറിയിട്ടില്ല. ആരുടെ കയ്യിലാണെങ്കിലും കൊടയില്ല. അപ്പം ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ച് കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ചേട്ടൻ മുല്ലപ്പൂ ഇട്ട് വന്നേ. പിന്നെ എൻ്റെ ഡ്രസ്സിന് മാച്ചിങ് ആയതുകൊണ്ട് ഞാനത് മേടിച്ചു. മഴ നിൽക്കാത്തതുകൊണ്ട് ഞങ്ങൾ കുട വാങ്ങിക്കാൻ കയറിയിട്ട് ഒരു കടയിൽ. പിന്നെ കുടയിലൊന്നും ആയിരുന്നില്ല കണ്ണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഒരു ഹോട്ടലിൽ കയറിയിട്ടോ ഫുഡ് കഴിക്കാൻ. മറ്റേതില്ലേ എന്താ കുഞ്ഞാപ്പൂവിന്റെ ഇതില് അടി കിട്ടുമ്പോ പോണെന്ന് പറഞ്ഞില്ലേ? ഇല കൊണ്ടുവച്ചപ്പോഴത്തേക്കും സിധു കുടിക്കാനുള്ള വെള്ളം എടുത്താണ് ഇല കഴുകി. അതാണെങ്കിൽ മൊത്തത്തിൽ മറക്കുകയും ചെയ്തു. സനുവിൻ്റെ കണ്ണെഴുതി കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞാട്ടോ അവളെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മുഖം എന്താ അറിയോ ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് കിട്ടിയ പൊറോട്ടയിലൊരു മുടി ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ. ഇതില് വേണ്ടല്ലോ പൊറോട്ട പോരെ. എന്തായാലും ഞങ്ങൾ വന്ന ദിവസം നല്ലതായിരുന്നു. മഴ ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാവരും കൂടി നടക്കാൻ തുടങ്ങി. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അവിടേക്ക് നടക്കാൻ. അവിടെ എന്തോ റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് മെയിൻ എൻട്രൻസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഏത് വഴിയാണ് പോകേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ല. കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനാണ് കേട്ടോ ഫോൺ എടുത്ത് കയ്യിൽ വെച്ചേ. പക്ഷെ ഇവിടെ മൊബൈൽ ഫോൺ അലൗഡ് അല്ല. അങ്ങനെ ഫോണും ചെരുപ്പൊക്കെ കൊടുക്കാൻ പോകുന്ന വഴിക്ക് ഒരാൾ പട്ടിയുടെ കൂടെ സുഖമായിട്ട് ഉറങ്ങാം കേട്ടോ. അതും ഈ മഴയത്ത്. അവിടെ തരണ്ടാവും ചെരുപ്പും ഇവിടെ തന്നെ കൊടുക്കാം അല്ലേ? അങ്ങനെ ഒരു 1.5 മണിക്കൂറിന്റെ പ്രയത്നം കൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിട്ടോ. ഇതാണ് പഞ്ചാമൃതം. അരവണയല്ല. മഴ കാരണം ഞാൻ ഇട്ട ഡ്രസ്സ് മൊത്തത്തിൽ നനഞ്ഞിരുന്നു കേട്ടോ. പിന്നെ റൂമിലാണെങ്കിൽ വേറെ ഡ്രസ്സും ഇല്ല. ഡ്രസ്സ് വാങ്ങിക്കാൻ ഡ്രസ്സ് എടുത്തില്ല. അപ്പു ആദിയോഗിനെ വിട്ടു. അത് നോക്ക് ബ്ലാക്ക്. തിരിച്ചു വരുന്ന വഴിക്ക് ഈ മാങ്ങ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ. കാരണം മര്യാദയ്ക്ക് ഞാൻ അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. On to Dindigul Palani Road. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാട്ടോ. ഇറങ്ങി വാ. രാവിലെ ആരും ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അധിക ദൂരം പോകാൻ പറ്റിയില്ല. പെട്ടെന്നൊരു ഹോട്ടലിന്റെ സൈഡാക്കിട്ടോ. അച്ഛനും ഞാനും കുട്ടും ബിരിയാണി ആട്ടോ കഴിച്ചേ. അച്ഛനും അമ്മയും പിന്നെ മാമനെല്ലാവരും ചോറും. സനുവിന് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചതിൻ്റെ സന്തോഷമാണ് കേട്ടോ കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി കളിക്കുകയായിരുന്നു. പിന്നെ 5:30 ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും ചായ കുടിക്കാത്ത ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചായ കുടിക്കാം. ചായ കുടിച്ചിറങ്ങിയിട്ട് കുറച്ച് ദൂരം പോകുന്നപ്പോഴത്തേക്ക് ഇവിടെ എന്തോ ഉത്സവം എന്തോ നടക്കുന്നുണ്ട്. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. പഴനിയിലെത്തിയപ്പോൾ തൊട്ട് സിധുവിന് കാറ് വേണമെന്ന് പറഞ്ഞ ഒരേ വാശിയായിരുന്നു. അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഉത്സവത്തിന് ആനേനെ കൊടുക്കാൻ പറഞ്ഞ അവനെ കളിയാക്കാം കേട്ടോ. ആനയ്ക്ക് 200 രൂപയ്ക്ക് കിട്ടുണ്ടാവൂലോ ഒരു ആനേനെ? 800 രൂപയുടെ
ചന്ദനത്തിരി ഉണ്ടാക്കാം എന്നിട്ട് എങ്ങനെ ഏതെടുത്താലും 100 ഏതെടുത്താലും 100. തോക്കാണ് ആ അവിടെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്ര ആനകളെ കാണണേ. ആദ്യം കണ്ടപ്പോൾ ചെറിയ എന്തോ പരിപാടിയാണെന്ന് വിചാരിച്ചേ. പിന്നെ ഇങ്ങനെ പോയപ്പോഴാണ് മനസ്സിലായ വലിയ എന്തോ പരിപാടിയാണ് നടക്കണേ. ഉത്സവമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല. ബാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു.